നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതായത് അഫ്ഗാനി ചിക്കൻ പല രീതിയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ ചില ഇൻഗ്രീഡിയൻസ് കൂടുതലും കുറച്ചും, അല്ലെങ്കിൽ ചില ഡിഷസ് ചേർക്കത്തില്ല ഇതിനകത്ത്. നമ്മളിപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അഫ്ഗാനി ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഒരു കേരളീയ തനിമയിലൂടെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് വളരെ രുചികരമായ ഈ ചിക്കൻ റെസിപ്പിക്ക് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ബട്ടർ, ഗീ, അതായത് ഫ്രഷ് ക്രീമാണ്, തൈര്, പച്ചമുളക്, പച്ച മസാലകൾ, ഉപ്പ്, കസ്തൂരി മേത്തി, നട്ട്സ്, നാരങ്ങ, പിന്നെ സവാള. അപ്പം നമുക്ക് ഈ ചിക്കൻ ആദ്യമേ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ ഏകദേശം 1 മണിക്കൂറാണ് മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്നപ്പോൾ മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന്, അതായത് ഇച്ചിരി ഒരു നാരങ്ങയുടെ നീര്, നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിക്കാം. അപ്പോൾ ഇതൊരു 1 ഹവറെങ്കിലും ഇത് ശരിക്കും ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണിത്. ഇതിലേക്ക് ഞാൻ പൊടികളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. പൊടികൾ ഇതിനകത്ത് വേണ്ടതാണ് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ അല്പം മല്ലിപ്പൊടിയൊക്കെ ഓപ്ഷണലാണ്. ശരിക്കും മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഇച്ചിരി ഒരു കേരള തനിമയും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം പെപ്പർ പൗഡർ ഇട്ട്, വൈറ്റ് പെപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ചിക്കൻ ഇത് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ വെളുത്തുള്ളി അല്ലാതെ നമ്മൾ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടു. ഇനി ഒരല്പം ഇഞ്ചി, ഇത് ഇത്രയും ഇട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ ചെറിയ പീസസ് ആക്കി എടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് നല്ലതായിട്ട് വേണം. നമ്മൾ ഉപ്പിടാൻ വിട്ടുപോയി. ഒരല്പം ഉപ്പൂടെ ഇതിലേക്ക് ഇടാം. നമ്മൾ ഈ ചിക്കൻ നമ്മൾ പിന്നീട് വറക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരല്പം ഉപ്പ് ഇതിലേക്ക്. നമ്മൾ നാരങ്ങ നീരൊക്കെ ഇട്ടുകൊണ്ട് ചിക്കൻ അങ്ങ് ടെൻഡർ ആയിക്കോളൂ ഇത്. അപ്പോൾ ഇത് ഉണ്ടോ നല്ലതായിട്ട് പെപ്പർ പൗഡർ, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ടാണ് ഇതാദ്യമേ അങ്ങ് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഇനി ബാക്കിയുള്ള നമ്മുടെ മസാല അരച്ചെടുക്കേണ്ട മസാലയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല ഫൈൻ പേസ്റ്റിലേക്ക് അരച്ച് വെക്കേണ്ടതുകൊണ്ട് അതിന് അരയ്ക്കാനുള്ള മസാല നമുക്കെടുക്കാം. നമ്മൾ നല്ലൊരു വലിയ സവാള ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ പച്ചമുളക് ഒരു 5 to 6 പച്ചമുളക്, അത് ഞാൻ ചെറുതായിട്ട് മിക്സിയിൽ അരയേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതേ ഉള്ളൂ. ഇതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇച്ചിരി നല്ല എരി വേണമല്ലോ, അപ്പോൾ പൗഡർ ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ എരി അപ്പം ഈ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി അരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാലും മതി, പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോളും. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് മല്ലിയില നല്ല ഒരു പിടി കണ്ടോ. കാരണം ഒരു ഗ്രീൻ കളറിൽ ഇതിൻ്റെ മസാല ഇരിക്കണം. അതിനിപ്പോൾ മല്ലിയില ഇച്ചിരി നല്ലൊരു പിടി അങ്ങ് എടുത്തു ശരിക്കും. ഇതും അല്പം പുതിനയില അതിൻ്റെ ഒരു പകുതി മതിയാവും. ഒരു പുതിനയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടതല്ല, മല്ലിയിലയാണ് ടേസ്റ്റായിട്ട് മുന്നിൽ നിൽക്കേണ്ടത്. ഒരു പിടി പുതിന, പിന്നെ ഒരല്പം നമ്മൾ നേരത്തെ ചിക്കൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ കൂടെ ഒരല്പം വെളുത്തുള്ളി. നമ്മൾ ചിക്കനകത്തും ഓൾറെഡി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി. അല്പം ഇഞ്ചി,
ഇഞ്ചിയൊക്കെ ഒരു ആവശ്യത്തിന് നമുക്കറിയാമല്ലോ ഏകദേശം ഇത്രയും ചിക്കൻ ആവശ്യമായ. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം നട്ട്സൊക്കെ ഓപ്ഷണലാണ്. ചിലർ നട്ട്സ് ചേർക്കാറില്ല ഇതിന്. ഇപ്പോൾ അഫ്ഗാനി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ദേശത്തെ ഒരു പ്രത്യേക അവരുടെ ഏറ്റവും രുചികരമായ ഒരു വിഭവമാണ്. പിന്നെ നമ്മൾ കേരളീയർ ചെയ്യുമ്പോൾ അത് ഇച്ചിരി കൂടെ ഒരു മലയാളീകരിച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നട്ട്സൊക്കെ ഓപ്ഷൻ വേണമെന്നില്ല, എന്നാലും നമ്മളിതിലേക്ക് നട്ട്സൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം നട്ട്സ് ഇതിലേക്ക് ഓക്കെ. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പ് പിന്നീട് ചേർക്കാം. പിന്നെ ഒരല്പം കസൂരി മേത്തിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ അരപ്പിന് ചേരാൻ വേണ്ടിയിട്ട് അല്പം ഒരു കസൂരി മേത്തി നമ്മൾ പിന്നീട് ഇടുന്നുണ്ടത്. അപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സർ നല്ലതായിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഈ മിക്സ്ചർ നമ്മളിപ്പം മുമ്പേ അരയ്ക്കാൻ കൊടുത്തത്, അതായത് മല്ലിയിലയും പുതിന, നട്ട്സ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഇപ്പം നല്ല ഒരല്പം കസൂരി മേത്തി ഇതെല്ലാം ചേർത്തത് നല്ലതായിട്ട് അരച്ച ഒരു പേസ്റ്റായത്. ഓക്കെ. പുതിന ഇല ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി ഇതിലേക്ക് നമ്മൾ അല്പം തൈര് ചേർക്കുക. നമ്മൾ തൈര് ചേർത്തു നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പം ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, ഈ പകുതി മിക്സർ നമ്മൾ കുറച്ച് മിക്സർ എടുത്ത് ഈ ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതിലെ ഒരല്പം മിക്സർ എടുത്ത് ഇതും കൂടെ ചേർത്ത് ഒന്ന് സ്വല്പം ഈ ഒരു മിക്സർ കൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത്. ഓക്കെ. ഇനി നമുക്കിത് എൻ്റെ കൈയിട്ട് നല്ലതായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇതുകൂടെ ആ അരപ്പൂടെ, അതായത് ആ മല്ലിയിലയും പുതിനയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇതിനകത്ത് വരാനായിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. മസാല കൂടുതൽ നമുക്ക് നിന്നാൽ നമുക്കതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് മസാലയൊക്കെ കൂടി നിൽക്കാനും പാടില്ല, കറക്റ്റായിട്ട് നിൽക്കണം. ഇപ്പം നമ്മൾ ഓൾറെഡി ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് നേരം നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്രയും മതിയോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ ചിക്കൻ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതിലേക്ക് ആവശ്യമായ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചിലർ ചേർക്കാറില്ല. ഞാനപ്പോൾ ഇതിലേക്ക് ഒരല്പം ടർമറിക് പൗഡർ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ചേർക്കണം. ഇനിയും അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഗരം മസാല പൗഡർ, ഒരല്പം ഗരം മസാല പൗഡർ, ഒരു നുള്ള് മല്ലിപ്പൊടി, ഒക്കെ ഇച്ചിരി മതി, സ്വല്പം മതി. ഇനി ഇതിലേക്ക് അല്പം പെപ്പർ പൗഡർ, ചേർത്ത് ഇനി നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലകളെല്ലാം ഇതിനകത്ത് നല്ലതായിട്ട് ഇപ്പം നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ ആ മല്ലിയിലയുടെയും ആ പുതിനയുടെയും ഒക്കെ ഒരു നല്ല മണമുണ്ട്. ഇപ്പം നല്ലതാണ് നമ്മുടെ ഈ ചേർക്കാൻ. നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി ഇപ്പോൾ നമ്മൾ ആവശ്യമായ പൊടികൾ എല്ലാം ചേർത്ത് വേണമെങ്കിൽ ഒരല്പം വെളുത്തുള്ളി, ഒരു തുള്ളി അതിനും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് അല്പം എല്ലാ ആവശ്യത്തിൽ ചേർത്തിട്ടുണ്ട്. ആ ഒരു അരോമയും കൂടി ഇതിലേക്ക് കിട്ടാനായിട്ട് അത് ചേർക്കുക. ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ഈ ഗ്രേവി നമ്മളത് ചിക്കൻ ഒന്ന് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് അതിനുള്ളിൽ ഇതിൻ്റെ ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ എല്ലാവരും ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ അല്പം ബട്ടറും ഈ നെയ്യും വെച്ച് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ നെയ്ക്കകത്തൊക്കെ എടുത്താൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുക. നെയ്ക്കകത്ത് ആ ഗ്രേവി കിടന്ന് ഒന്ന് നല്ലതായിട്ട് വള്ളുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണത്. നമ്മളതുകൊണ്ടാണ് നെയ്ക്കകത്ത് തന്നെ അത് എടുക്കാമെന്ന് വെച്ച് ഞാൻ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് ബേ ലീവ്സ് ഇത് കിട്ടിയിട്ടുണ്ട്. 2-3 പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ച മസാല നമ്മളിതിലേക്ക് ആ നെയ്യൊന്ന് പോകുന്നില്ല. പച്ച മസാല ഇടാം. അതായത് ഗ്രാമ്പൂ ഇച്ചിരി പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ആ ബേ ലീവ്സ് ഇടുന്ന ചെറുതായിട്ട് അതൊന്ന് മൂക്കണം. ഇത് കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന ചിക്കൻ ഇതിലല്ലല്ലോ. അപ്പം നമ്മൾ ഈ പട്ട, ബേ ലീവ്സ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ഗ്രേവി ഇതിനകത്ത് കിടന്നൊന്ന്, കാരണം ഈ ചിക്കൻ ഇതിനകത്ത് വേണമെന്ന് ശരിക്കും ഒന്ന് വേവാനായിട്ട്. നമുക്ക് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനൊരു ഫുൾ അത് എനിക്കൊരു 100 അത്ര എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ആ നെയ്യിലാണ് ഈ ഗ്രേവി ശരിക്കും തിളയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. കാരണം ആ കസൂരി മേത്തിയുടെ ടേസ്റ്റ് കൂടി ഇതിനകത്ത് വരണം. അപ്പോൾ അതിനല്പം കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ വേറൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഈ അരപ്പിൻ്റെ ഇത് നമ്മളിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ അരപ്പ് നമ്മളപ്പോൾ ആ വെള്ളം ഒഴിച്ചു, ആ വെള്ളം ഒന്ന് വറ്റണം. പിന്നെ ഈ അരപ്പ് നല്ലതായിട്ട് നമുക്ക് അടച്ചു വെക്കുക. ഇനി നമ്മൾ ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർക്കുക. നമ്മളൊരു അല്പം ഉപ്പ് നമ്മൾ ആ ഗ്രേവിക്കകത്ത് നമ്മൾ അരപ്പിനകത്ത് നമ്മളത് ഇട്ടില്ല, നമ്മൾ ചിക്കനകത്താണ് മാരിനേറ്റ് ചെയ്യാൻ നേരം ഉപ്പിട്ടത്. അപ്പോൾ ഒരു അല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യാം. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചെറിയ തീ കിടന്നൊന്ന് വേവട്ടെ. ചെറിയ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കിടന്ന് ആ നെയ്ക്കകത്ത് ആ ഗ്രേവി ഒന്ന് വേവണം. നമ്മുടെ ഈ ഗ്രേവി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അറ്റ്ലീസ്റ്റ് 1 hour ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഇത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ അരപ്പിൻ്റെ ഒരു സ്വല്പം കൂടെ ഇട്ട് അത് മാരിനേറ്റ് ചെയ്ത് നമുക്കിനി ഇത് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് ഞാൻ ഒരു അല്പം നെയ്യ് ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് ആ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ബട്ടറിലാണ് വറുത്തെടുക്കുന്നത്. ചിലർ ഓയിലിനകത്താണ് വറുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഈ ബട്ടറിൽ തന്നെ ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒന്നുകൂടെ ആ ഒരു ഭയങ്കര നല്ല ടേസ്റ്റ് തരും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മളിനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ലെഗ് പീസ് മാത്രമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ആണെങ്കിൽ ചെയ്യാം. പിന്നെ അതല്ല പീസുകളായിട്ട് തന്നെയാണ് ചെയ്യാം. നമ്മൾ ഡീപ്പ് ഫ്രൈയിലേക്ക് പോകണ്ട, ചെറിയ ചെറിയ പീസാക്കി ഞാനിവിടെ എടുത്തേക്കുന്നത്. കാരണം ആ ഒരു ഗ്രേവി അതിനുള്ളിലേക്ക് കിട്ടാനായിട്ട് മാത്രം. അപ്പം ഇതൊന്ന് ചെറിയ ഒരു
ബ്രൗണിഷ് കളർ, ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന വരെ ആ ബട്ടറിനകത്ത്. അപ്പോൾ ഈ അത് ഇച്ചിരി ഇത് കാരണം ഇതിനകത്ത് ഒരു വാട്ടർ കണ്ടൻറ് ഉണ്ട്, അതൊന്ന് അലിഞ്ഞ് കാരണമല്ലേ അതൊന്ന് ഫ്രൈ ആവത്തുള്ളൂ. അപ്പോൾ ബൈ ദ ടൈം നമ്മളിത് ചെറിയ ഒരു തീ കൊടുത്തിട്ടേക്കുവാണ്. അപ്പം നമ്മുടെ ഈ ചിക്കൻ ഇപ്പം നമ്മൾ നല്ലതായിട്ട് മൊരിച്ച് ബട്ടറിനകത്തൊക്കെ ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡീപ്പ് ഫ്രൈ അല്ല, ഒന്ന് മൊരിച്ച് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഗ്രേവി ആ സമയത്ത് ഇവിടെ കിടന്ന് നല്ലതായിട്ട് ഒന്ന് ചെറിയൊരു നമ്മൾ ചെറിയ തീയിലിട്ട് അതിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഗ്രേവി ആ നെയ്ക്കകത്തൊന്ന് നല്ലതായിട്ട് മൊരിഞ്ഞ് ഒന്ന് അരപ്പ് ഇങ്ങ് തെളിഞ്ഞ് വരികയാണ്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ, അതായത് വറുത്ത് വെച്ചതല്ല, നമ്മൾ ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ നമ്മളിതിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. ആ ബട്ടറും അതും അതിൻ്റെ അരപ്പും എല്ലാം അതിനകത്ത് ഒന്ന് വീണുണ്ട്, കുഴപ്പമില്ല. തീ ഓഫ് ചെയ്യാം. അരപ്പിനകത്ത് ഇത് നല്ലതായിട്ടൊന്ന് വേവുന്നത്. ഇനി അത് തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, കണ്ടോ അരപ്പ് ഇതണ്ട. ആ എണ്ണ ഇപ്പം നമ്മളെ ബട്ടറിലാണല്ലോ നമ്മൾ ഈ ചിക്കനൊന്ന് ശരിക്കും ഒന്ന് മൊരിച്ചത്. അതുകൊണ്ട് ആ അരപ്പ് ഇപ്പോൾ അതുകൂടെ വീണപ്പോഴത്തേക്ക് അരപ്പ് ഇങ്ങനെ കിടന്നൊന്ന് തെളിഞ്ഞ് വരും. അതിനകത്ത് ആ വാട്ടർ കണ്ടൻ്റ് എല്ലാം മാറി ഒന്ന് ആ എണ്ണ തെളിഞ്ഞ് വരും. ഒരു ഇച്ചിരി നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ആ ഗ്രേവി ഒന്ന് വെന്തോട്ടെ. അപ്പം നമ്മുടെ ഈ അഫ്ഗാനി ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വേണ്ടത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നെയ്യാണ് ശരിക്കും തെളിഞ്ഞേക്കുന്നത്. ബട്ടറിനകത്തിട്ട് അത് മൊരിച്ചത് കൊണ്ട് ആ ബട്ടറും നെയ്യും, നമ്മൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, ശരിക്കും വെളിച്ചെണ്ണയിലല്ല ഇത് ചെയ്യേണ്ടത്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നത് അല്പം മല്ലിയില ഇട്ട് തന്നെയാണ്. നമ്മൾ ടേബിളിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് സെർവ് ചെയ്യാൻ നേരം. ഇപ്പം മല്ലിയില ഇട്ട്. ചിലർ ഈ അഫ്ഗാനി ചിക്കനകത്ത് പുതിന ചേർക്കത്തില്ല, പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അത് നട്ട്സ് ചേർക്കാറില്ല. നമ്മളിപ്പോൾ ഇത് ഒന്ന് നമ്മളതിനകത്തെല്ലാം എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് വരത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ ഇതെല്ലാം ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറി നമ്മുടെ നാടൻ കേരളീയ സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇത് അപ്പത്തിനോട് ചോറിൻ്റെ കൂടെ ഇത് പറ്റില്ല. ഇത് ചപ്പാത്തി അല്ലെ അപ്പം അതല്ലെങ്കിൽ പത്തിരി എല്ലാത്തിൻ്റെ കൂടെ വളരെ ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഞാനിതിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതിനകത്ത് ചേർക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള. നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ദയവ് ചെയ്ത് വെച്ചാൽ മതി. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യാം.